നമസ്കാരം. മലനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമല സന്നിധാനത്തെ പുതിയ മേൽശാന്തിയായി തൃക്കാരിയൂർ PM നാരായണൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. കൽപ്പക്കര മഠത്തിൽ PM മനോജാണ് മാളികപ്പുറം മേൽശാന്തി. ശക്തമായ കാറ്റോടുകൂടിയ മഴ റാന്നിയിൽ പരക്കെ നാശം വിതച്ചു. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. പ്ലാപ്പള്ളി ചാലക്കയം റോഡിൽ പൊതുമരാമത്ത് നടത്തിയ കോൺക്രീറ്റ് നിർമ്മാണം പൊളിച്ചു നീക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവായി. നടപടി യുദ്ധകാലാടിസ്ഥാനത്തിൽ. സ്വർണ്ണാഭരണ നിർമ്മാണ പാരമ്പര്യ തൊഴിൽ മേഖലയിൽ ആധുനിക സാങ്കേതിക സംവിധാനം വന്നതോടെ സ്വർണ്ണപ്പണി കുലത്തൊഴിലായി സ്വീകരിച്ചവർ പ്രതിസന്ധിയിലായി. ജോലിക്ക് ആനുപാതിക വേതനമില്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി. ലാൽ മാത്യു വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമല മേൽശാന്തിയായി കോതമംഗലം തൃക്കാരിയൂർ നെല്ലിക്കുഴി പനങ്ങാട്ടമ്പള്ളിൽ PN നാരായണൻ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തിയായി മലപ്പുറം കൽപ്പക്കര മഠത്തിൽ PM മനോജിനെയും തിരഞ്ഞെടുത്തു. തുലാമാസ പൂജകൾക്കായി നട തുറന്ന വ്യാഴാഴ്ച അഭൂതപൂർവമായ ഭക്തജനത്തിരക്കിലാണ് സന്നിധാനം സാക്ഷ്യം വഹിച്ചത്. ശബരിമല മേൽശാന്തിയായി കോതമംഗലം തൃക്കാരിയൂർ നെല്ലിക്കുഴി പനങ്ങാട്ടമ്പിള്ളി മനയിലെ PN നാരായണൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. അയ്യപ്പനെ സേവിക്കാൻ 5 ദിവസങ്ങൾ അയ്യപ്പനെ സേവിക്കുമ്പോൾ ഒരു പുണ്യം കിട്ടുന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രം എല്ലാ മാസം മുടങ്ങാണ്ട് ഇവിടെ വന്നു പോകുന്നു. അതിന് അയ്യപ്പൻ തന്നൊരു അനുഗ്രഹം തന്നെയായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുള്ളൂ. മലപ്പുറം പൊന്നാനി പൊൽപ്പാക്കര മഠത്തിലെ PM മനോജിനെ മാളികപ്പുറം മേൽശാന്തിയായും തിരഞ്ഞെടുത്തു. രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം 8 മണിയോടെയാണ് മേൽശാന്തി നറുക്കെടുപ്പ് നടന്നത്. പന്തളം നടുവേലി മാളിക കൊട്ടാരത്തിൽ ജയദേശ് വർമ്മയുടെ മകൻ 4 വയസ്സുകാരനായ വ്യാസ് വർമ്മയാണ് ശബരിമല മേൽശാന്തിയെ നറുക്കിട്ടെടുത്തത്. 12ാമത് നറുക്കെടുപ്പിലാണ് നാരായണൻ നമ്പൂതിരിയുടെ പേരിനൊപ്പം ശബരിമല മേൽശാന്തി എന്ന പേര് ലഭിച്ചത്. പന്തളം തെക്കേമുറി കൊട്ടാരത്തിൽ സുമേഷ് വർമ്മയുടെ മകൾ 8 വയസ്സുകാരിയായ ഗൗതമി S വർമ്മയാണ് മാളികപ്പുറം മേൽശാന്തിയെ നറുക്കിട്ടെടുത്തത്. നൂറുകണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിലാണ് നറുക്കെടുപ്പ് പൂർത്തിയാക്കിയത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP ഗോവിന്ദൻ നായർ, മെമ്പർമാരായ സുഭാഷ് ബാബു, PK കുമാരൻ, ദേവസ്വം കമ്മീഷണർ P വേണുഗോപാൽ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ K ബാബു എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു നറുക്കെടുപ്പ്. മേൽശാന്തിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട ഇരുവരും അടുത്ത 1 വർഷത്തെ പുറപ്പെടാ മേൽശാന്തിമാരായി വൃശ്ചികം 1 ചുമതലയേൽക്കും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. ശക്തമായ കാറ്റോടുകൂടിയ മഴ റാന്നിയിൽ പരക്കെ നാശം വിതച്ചു. വീടുകൾ ഭാഗികമായി തകർന്നു. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നതായി റവന്യൂ അധികൃതർ പറഞ്ഞു. ശക്തമായ കാറ്റോടുകൂടിയ മഴ റാന്നിയിൽ പരക്കെ നാശം വിതച്ചു. റാന്നി തോട്ടമൻ പ്രദേശങ്ങളിൽ വൃക്ഷങ്ങൾ കടപുഴകി നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ശക്തമായ കാറ്റിൽ തേക്കുമരങ്ങൾ വരെ കടപുഴകി. തോട്ടമൻ ഭാഗത്ത് ഏക്കർ കണക്കിന് പ്രദേശത്തെ വാഴകൃഷി നശിച്ചു പോയിട്ടുണ്ട്. ജാതിമരം, പ്ലാവ് എന്നിവയെല്ലാം ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണു. തോട്ടമണിലാണ് റാന്നിയിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിക്ഷോഭം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ശേഷം മഴ അങ്ങ് പെയ്ത്, വലിയ ശക്തമായിട്ട് മഴ പെയ്ത് വീടിൻ്റെ മുകളിൽ ഇട്ടിരുന്ന ഷീറ്റുകളെല്ലാം പറന്ന് പോയി. അത് കഴിഞ്ഞ് വെച്ചിട്ട് ആ കാറ്റ് ഇങ്ങോട്ട് വന്ന അടുത്ത വീട്ടിലെ കുറേ മരങ്ങളെല്ലാം അടിച്ചൊടിച്ച് വിട്ടേച്ച് വേറൊരു വീട്ടിലോട്ട് വന്ന് ആ വീട്ടിലുണ്ടായിരുന്ന മിക്കവാറും മരങ്ങൾ അടിച്ച് പൊളിച്ച് മറിച്ച് ഇട്ടിട്ടുണ്ട്. എല്ലാം തേക്കുകളൊക്കെ. പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പെരപ്പുറത്ത് വലിയ ശല്യമായിട്ടൊന്നും വീണിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ എല്ലാം മരിച്ചേന്. അതിനുള്ള സൗകര്യത്തിന് ആ മരങ്ങളൊക്കെ കിടക്കുന്ന ഒരു അല്പം മാത്രം മാറ്റം വന്നുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ വീടുകൾക്കൊക്കെ ബാക്കി മരങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കൃഷികളും അത് ഇതൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു. ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂരകൾ മഴയിൽ നിലംപതിച്ച നിലയിലാണ്. അത്യുഗ്ര ശബ്ദത്തോടു കൂടിയ ഇടിയിലും മഴയിലും പ്രദേശവാസികൾ അക്ഷരാർത്ഥത്തിൽ ഭയന്ന് വിറച്ചു. ടെറസ് വീടിന് മുകളിലെ ആസ്പെറ്റോസ് ഷീറ്റുകൾ കാറ്റിൽ പറന്നുപോയി. 12 കാലമായപ്പോൾ അതിശക്തമായ ഒരു ഇടിയുണ്ടായി. ആ ഇടിയോടുകൂടി ഉറങ്ങിക്കിടന്ന് ഞങ്ങൾ ചാടി എഴുന്നേൽക്കുമായിരുന്നു. എഴുന്നേറ്റപ്പോൾ അതിൻ്റെ കൂടെ അതിശക്തമായ രീതിയിലുള്ള കാറ്റ് വന്ന് കാറ്റിനോടുകൂടി തന്നെ മഴയെന്ന് പറഞ്ഞാൽ അത് ഇതിനു മുമ്പ് ഇത്രയും മഴ ഞാൻ കണ്ടിട്ട് കൂടി.
റോഡ് മുഴുവൻ കവിഞ്ഞൊഴുകി പോകുമായിരുന്നു. പിന്നെ രാത്രി ഇറങ്ങി നോക്കണമെന്ന് വിചാരിച്ചാൽ അത് പേടിയാണ്. കാരണം കറണ്ടിൻ്റെ ലൈന് 11 kV ലൈൻ ഇതിനകത്ത് സൈഡിൽ കൂടെ ഉള്ളതുകൊണ്ട് മരം വല്ല ഒടിഞ്ഞു വീണ് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിച്ച് പെരയുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ലൈറ്റ് അടിച്ച് കമ്പി പൊട്ടി വീണിട്ടുണ്ടോ. അപ്പോൾ കമ്പി പൊട്ടി വീണിട്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ കാറ്റിൻ്റെ ശക്തി അറിഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുത്താണ് ഞങ്ങൾ പിന്നെ ഇറങ്ങി നോക്കിക്കഴിയുമ്പം ടെറസിൻ്റെ മുകളിൽ ചോർച്ച ഉണ്ടാകാതിരിക്കാനായിട്ട് ഇട്ടിരുന്ന ആസ്ബസ്റ്റർ ഷീറ്റ് അതിൻ്റെ ചുവട്ടിൽ പിടിപ്പിച്ചിരുന്ന കോൺക്രീറ്റ് ഉൾപ്പെടെ കളന്ന് പല സ്ഥലങ്ങളിലായിട്ട് പോയി. ഇപ്പം ഇതിൻ്റെ മണ്ടയിൽ കുറച്ച് ഭാഗം ചുരുണ്ടിരിക്കുന്നുണ്ട്. ബാക്കി അവിടുന്ന് ഇവിടുന്ന് എല്ലാം പെറുക്കിക്കൊണ്ട് വരിക. അത്ര ശക്തമായ കാറ്റും ഇടിയാണ് ഞങ്ങളെ ഉണർത്തിയത്. ഇപ്പം സംഭവിച്ചിരിക്കുന്ന ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ നഷ്ടം ആ ഷീറ്റിന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് റാന്നി പഞ്ചായത്ത് 13 വാർഡ് ഉൾപ്പെട്ട തോട്ടമൻ പ്രദേശത്തുണ്ടായത്. രാവിലെ തന്നെ റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി പ്രാഥമിക നടപടിയുടെ ഭാഗമായി വിവരശേഖരണം നടത്തി. പഞ്ചായത്ത് അംഗം PR പ്രസാദ് പ്രകൃതിക്ഷോഭം വിലയിരുത്താനെത്തി. 4-5 വീടുകളുടെ ഏതാണ്ട് മരങ്ങൾ പൂർണ്ണമായി പിഴുതു വീഴുകയുണ്ടായി. വളരെ ഭാഗ്യത്തിനാണ് പല വീടുകളും ആ വലിയ മരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്. 2 തേക്ക് മരങ്ങൾ വീഴുന്നത് തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 2 മീറ്റർ പോലും 3 മീറ്റർ പോലും നീളമില്ലാതെ വീടുകൾ സ്ഥിതി ചെയ്യുന്നു. ആ വീടിൻ്റെ പുറത്തേക്കായിരുന്നു വീണിരുന്നെങ്കിൽ തീർച്ചയായും വീട് പൂർണ്ണമായും നശിച്ചുപോയി. ഭാഗ്യവശാൽ അത് വീടിൻ്റെ പുറത്ത് വീഴാതെ ആണ് രക്ഷപ്പെട്ടത്. മറ്റൊരു മരം കുന്നിരിക്കൽ പരേതനായ പ്രൊഫസറിൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് വീണതിന് വീടിന് ചില നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. KC തോമസ് എന്ന് കുന്നിരിക്കൽ എന്ന് പറയുന്ന ആളുടെ വീടിൻ്റെ അവിടുത്തെ ഷീറ്റ് ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം ചെലവിൽ നിർമ്മിച്ച ഷീറ്റ് മുകളിൽ വെച്ചിരുന്ന ഷീറ്റ് പൂർണ്ണമായും നശിച്ചു പോയിട്ടുണ്ട്. ശക്തമായ മഴയിൽ റാന്നിയിൽ വൈദ്യുതി വിതരണവും താറുമാറായി. നാരങ്ങാനത്ത് പത്ര ഏജന്റിന്റെ വീട് ഭാഗികമായി തകർന്നു. ഓടുമേഞ്ഞ വീടാണ് മഴയിൽ തകർന്നു വീണത്. ന്യൂസ് ബ്യൂറോ റാന്നി. സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിൽ ആധുനിക ഇടപെടൽ ഉണ്ടായതോടെ സ്വർണ്ണപ്പണി കുലത്തൊഴിലായി സ്വീകരിച്ചവർ ജീവിതം പ്രതിസന്ധിയിലായി. മിക്ക ആളുകളും കുലത്തൊഴിൽ ഉപേക്ഷിച്ച് മറ്റു പണികൾ തേടിപ്പോയി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പരമ്പരാഗത തൊഴിൽ മേഖലയിലും എന്നതുപോലെ ആധുനിക സാങ്കേതികത്വം തട്ടാക്കുടിയിലും പിടിമുറുക്കി കഴിഞ്ഞു. ഇതോടെ ഈ തൊഴിൽ മേഖല ഉപജീവനമാക്കിയവർ ഈ വിലക്കയറ്റക്കാലത്ത് കടുത്ത ജീവിത പ്രതിസന്ധിയിലായി. സ്വർണ്ണപ്പണി കുലത്തൊഴിലാക്കിയവരെല്ലാം ഇന്ന് മറ്റു പണി തേടിപ്പോയി. തട്ടാക്കടകൾ എന്ന നാട്ടിൻ പ്രദേശത്തെ ചൊല്ല് ഇന്നില്ല. എല്ലാം അതിജീവന പോരാട്ടത്തിൽ പരാജയപ്പെട്ട് അടച്ചുപൂട്ടിപ്പോയി. ചുരുക്കം ചില തൊഴിലാളികൾക്ക് മാത്രമാണ് ഇത്തരം പാരമ്പര്യ കുലത്തൊഴിൽ മേഖലയിൽ ഇങ്ങനെ ജ്വല്ലറികളുടെ സംരക്ഷണത്താൽ തൊഴിലിൻ്റെ തുടർച്ച നേടിയെടുക്കാനായത്. ഇതിൽ കാതുകുത്തൽ മാത്രമാണ് സ്വതന്ത്രം, വൈകാരികം. മറ്റ് ജോലികളെല്ലാം കമ്മീഷൻ പണിയാണ്. പക്ഷേ ഇതെങ്കിലും തുടർന്നു പോകണമേ എന്നാണ് ഈ കുലത്തൊഴിലാളികളുടെ പ്രാർത്ഥന. പാരമ്പര്യമായി സ്വീകരിച്ച പണിയാണ്. പണ്ട് അഷ്ടിക്ക് പഞ്ഞമില്ലായിരുന്നു. ഇപ്പോൾ സ്വർണം പേരിൽ മാത്രമാണ്. ആ സ്വർണ്ണശോഭ പക്ഷേ ഇവരുടെ ജീവിതത്തിനില്ല.
പണ്ട് തട്ടാക്കട തന്നെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ സ്വർണ്ണക്കട പണിയുണ്ടായിരുന്നു. വീടുകളിലൊക്കെ ഇന്ന് നല്ല പണിയുണ്ടായിരുന്നു. കുടിയുടെ പണി നമുക്ക് വീടുകളിൽ നിന്നുള്ള പണിയൊക്കെ നമുക്ക് എത്തിക്കൊണ്ടിരിക്കും. കടകളൊക്കെ നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഈ രംഗത്ത് കാര്യമില്ല. എൻ്റെ മക്കളെ ഞങ്ങളാരും ആരുമില്ല. ഞങ്ങളിപ്പോൾ ഈ റാന്നി തന്നെ ഒരു 3-4 പണിക്കാർ 5-6 പണിക്കാരേ ഉള്ളൂ. കേരളത്തിലെ പൊതുസ്ഥിതി അത് തന്നെ. ചങ്ങനാശ്ശേരി വേറെ മേഖലകളിൽ അടിക്കടിയുണ്ടാകുന്ന വിലക്കയറ്റ കാലത്ത് ദിനം പ്രതി ജീവിത പ്രതിസന്ധിയാണ്. ഇക്കാലത്ത് നടക്കത്തില്ല. അതല്ലേ വേറെ പണിക്ക് തിരിഞ്ഞു പോകുന്നത്. പണ്ട് കടയിട്ടിരുന്നവരുണ്ട് ഒരുപാട് പേര് തട്ടക്കടകൾ. ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ മറ്റു പണിയൊന്നും അറിയാത്തതിനാൽ നിന്നു പോകുന്നുവെന്നാണ് ഈ പാരമ്പര്യ തൊഴിലാളികൾ സങ്കടപ്പെടുന്നത്. നെരിപ്പോടിൽ സ്വർണ്ണമൊരുക്കുന്ന പരമ്പരാഗത നിർമ്മാണം ഇതുപോലെ ഇനി അത്ര കാണാനില്ലെന്നാണ് തൊഴിലാളികൾ തന്നെ പറയുന്നത്. അടകല്ലിൽ ആകൃതി വരുത്തുന്നതും ഇന്നത്രയില്ല. എല്ലാം ആധുനിക സാങ്കേതിക സംവിധാനത്തിന് വഴിമാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 40 വർഷമായി റാന്നിയിൽ ജോലി നോക്കി വരുന്ന ഏറ്റുമാനൂർ സ്വദേശി ചെല്ലയെ പോലുള്ളവരുടെ കാലം കഴിഞ്ഞാൽ ഈ തൊഴിൽ മേഖല നിന്നുപോയേക്കുമോ എന്നാണ് ആശങ്ക. ഇനിയും വരുന്നില്ല. അതിന്റെ കാലമെല്ലാം കഴിഞ്ഞു പോയി. നമ്മുടെ കാലത്തോടുകൂടി തീർന്നു. അതെ, കാലം കഴിഞ്ഞാൽ പിന്നെ ആരും ഇല്ലല്ലോ. ഇത്തരം പരമ്പരാഗത തൊഴിൽ മേഖലകളെ സംരക്ഷിച്ചു നിർത്താൻ നടപടിയുണ്ടാകുമെന്ന് സർക്കാർ തലത്തിൽ പ്രഖ്യാപനമുണ്ടായെങ്കിലും തുടർ നടപടി ഉണ്ടാകാതെ പോയത് വല്ലാത്ത സങ്കടമാണെന്ന് തൊഴിലാളി അശോകൻ മലനാട് ന്യൂസിനോട് വ്യക്തമാക്കി. സർക്കാർ നിങ്ങളെ പാരമ്പര്യ തൊഴിൽ മേഖലയായിട്ട് പ്രൊട്ടക്ട് ചെയ്യണമെന്നൊരു ഓർഡറൊക്കെ ഉണ്ടായിരുന്നില്ല. അതിനൊന്നും ആയിട്ടില്ല. പ്രഖ്യാപനങ്ങൾ നിങ്ങൾ കേട്ടിരുന്നു. ഞങ്ങളവരോട് ചെല്ലുമ്പോൾ ഓരോരോ രീതിയിലുള്ള സാരൊക്കെ സംസാരിച്ച് വിടുവാണ്. യൂണിയൻ ഇല്ലേ നിങ്ങൾക്ക്? യൂണിയൻ കാര്യമായിട്ട് ഇടപെടുന്നില്ല. ഇടപെടുന്നില്ല. ഒന്നാം പണിക്കാർ കുറവാണ്. വിലയിലുള്ള പണിക്കാരേ ഉള്ളൂ. അപ്പോൾ അത് കാരണം പിന്നെ അവർ ഇതിന് മെനക്കെട്ട് പോകില്ല. അതിൽ പണിയുണ്ട അന്നത്തെ കഴിയാൻ വേണ്ടി. ഏതായാലും അടകല്ലിലെ ഈ സ്വർണ്ണശോഭ എത്രയും വേഗം വിസ്മൃതിയിലാകാനാണ് സാധ്യത. അതൊരു പരമ്പരാഗത തൊഴിൽ മേഖലയോടുള്ള സമൂഹത്തിൻ്റെ അവഗണന കൂടിയാണ്. തൊഴിൽ മേഖല കൂടിയെന്നൊരു 5 മാസം കൂടി അങ്ങനെയുണ്ട്. കുടുംബം പോറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. പുരവൂർ സജീവ്, ന്യൂസ് ബ്യൂറോ, റാന്നി. ഇടവേള. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം. രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചിൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞി കടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ഫോൺ 04735223938, 8547651210, 9947738138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹമംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ
04735 225197 9447249105. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യപൂർണ്ണതയ്ക്കായി സിറ്റി സെന്റർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ എന്നിവയടക്കം എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വൻ ശേഖരം. ഷോക്കേസ്, ഗിഫ്റ്റ്, കോസ്മെറ്റിക് ഇനങ്ങൾക്കായി പ്രത്യേക വിഭാഗം. സ്കൂബിയുടെ അടക്കം പ്രമുഖ കമ്പനികളുടെ ബാഗുകളും കുടകളും, ഒപ്പം സ്പോർട്സ് ഇനങ്ങളും. ക്ലാസ്മേറ്റ്സ് ത്രിവേണി നോട്ട് ബുക്കുകൾക്കും സമീപിക്കുക. പുത്തൻ അധ്യയന വർഷത്തിൽ സമ്മാന പെരുമഴയും. ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. എല്ലാ മാസവും നറുക്കെടുപ്പും മെഗാ സമ്മാനമായി ബൈക്കും. വിലക്കുറവും മികച്ച മൂല്യവും സ്വന്തമായി പാർക്കിംഗ് സൗകര്യവും ഞങ്ങളുടെ സവിശേഷത. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9188271724 8086554688. കൂടുതൽ വാർത്തകളിലേക്ക്. ശബരിമല റോഡിൽ അപകടക്കണി ഒരുക്കി പൊതുമരാമത്ത് വകുപ്പ്. പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടി ജില്ലാ കളക്ടർ തടഞ്ഞു. പ്ലാപ്പള്ളി ചാലക്കയം റോഡിൽ ബലക്ഷയമുള്ള പാർശ്വഭിത്തിയോടുകൂടി ചേർന്ന് കോൺക്രീറ്റിംഗ് നടത്തിയ നടപടിയാണ് ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് തടഞ്ഞത്. വർഷങ്ങൾക്ക് മുൻപ് പൊതുമരാമത്ത് വകുപ്പ് രൂപരേഖ തയ്യാറാക്കിയ ഹെവി മെയിൻ്റനൻസ് പദ്ധതിയുടെ ഭാഗമായ റോഡ് വികസനമാണിപ്പോൾ നടക്കുന്നത്. മണ്ണാറക്കുളഞ്ഞി മുതൽ ചാലക്കയം വരെയുള്ള ഭാഗം 2 റീച്ചുകളായി തിരിച്ചാണ് റോഡ് വികസന പദ്ധതികൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിൽ ഒന്നാം ഘട്ടമായി പണികൾ നടക്കുന്ന പ്ലാപ്പള്ളി ചാലക്കയം റോഡിലാണ് വിവാദങ്ങൾ തലയുയർത്തിയിരുന്നത്. 10 മീറ്റർ വീതിയുള്ള റോഡിൽ 7 മീറ്റർ ടാറിംഗാണ് നടത്തുന്നത്. ശേഷിച്ച ഇരുവശത്തെയും 1.5 മീറ്റർ വീതം കോൺക്രീറ്റിംഗ് നടത്താൻ ഒരുങ്ങിയതാണ് വിവാദങ്ങൾക്ക് കാരണമായത്. ചാലക്കയം റൂട്ടിൽ വലതുവശം മിക്കയിടങ്ങളിലും 20 മുതൽ 30 അടി വരെയുള്ള കൊക്കകളാണുള്ളത്. ഈ ഭാഗത്തെ മിക്ക പാർശ്വഭിത്തികളും ഗുരുതരമായ ബലക്ഷയം നേരിടുന്നതുമാണ്. ഇത്തരം പാർശ്വഭിത്തിയോട് ചേർത്തുവരെ കോൺക്രീറ്റ് ഇടുന്നത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് റാന്നി ഫോറസ്റ്റ് ഡെപ്യൂട്ടി കൺസർവേറ്റർ എസ് ജനാർദ്ദനൻ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്ന് ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ്, SP പുട്ട വിമലാദിത്യ എന്നിവർ ഇവിടെ പരിശോധന നടത്തിയാണ് പണികൾ നിർത്തിവെപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയത്. അപകട ഭീഷണിയുള്ള സ്ഥലത്ത് കോൺക്രീറ്റിംഗ് ചെയ്തത് പൊളിച്ചു നീക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചതായി അറിയുന്നു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. കനത്ത മഴയിൽ റാന്നി പെരുമ്പുഴയിലെ ലോയൽ ഓഫ്സെറ്റ് പ്രസിൽ വെള്ളം കയറി. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി പ്രസ് ഉടമ അറിയിച്ചു. കനത്ത മഴയിൽ റാന്നിയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. റാന്നി പെരുമ്പുഴയിലെ ലോയൽ പ്രസിൽ വെള്ളം കയറി പ്രിന്റിംഗ് സാധനങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. പ്രിന്റിംഗ് ജോലികൾ നടന്നു വന്നിരുന്നവയെല്ലാം വെള്ളത്തിൽ മുങ്ങി. മോട്ടോർ വെള്ളത്തിനടിയിലായി നശിച്ചു. കമ്പ്യൂട്ടർ, പ്രിന്റിംഗ് മെഷീൻ എന്നിവയിലെല്ലാം വെള്ളം കയറി. റാന്നി പെരുമ്പുഴയിലെ ഓടകൾ വൃത്തിയാക്കുന്ന ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനാൽ ഓട കവിഞ്ഞാണ് വെള്ളം പ്രസിലേക്ക് ഒഴുകിയെത്തിയത്. പഞ്ചായത്ത് ഓട ഒരിക്കലും ക്ലീൻ ചെയ്യുന്നില്ല. ഇപ്പം ഇതിന് അപ്പുറത്തുള്ള കടകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഓടയിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലുള്ള ഓടയിൽ നിന്ന് പോലും വെള്ളം കയറിയാണ്. അപ്പുറത്ത് ഈ റോഡിന് മേളിലുള്ള കടകളിലെ ഷട്ടറിന് പകുതി വരെ വെള്ളമായി. റാന്നിയിലെ നിലനിർത്തൽ അനിയന്ത്രിതമായി നീരൊഴുക്ക് തടസ്സപ്പെട്ടതും ഇത്തരം വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട്. ഇത്രയും വെള്ളം കയറുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കണ്ടത്തിലെ വെള്ളം തടഞ്ഞ് നിൽക്കുന്നതാണ് ഇതിന് കാരണം. അതിൽ നിന്നും അപ്പുറത്തെ ഹാളിൽ കയറിയിട്ട് ഭൂമിക്കടിയിൽ കൂടെയാണ് ഇതിനകത്ത് വെള്ളം കയറുന്നത്. ഇപ്പം ലക്ഷങ്ങളുടെ നഷ്ടമാണ് തനിക്കുണ്ടായതെന്ന് പ്രസ് ഉടമ അനീഷ് പറമ്പിൽ മലനാട് ന്യൂസിനെ അറിയിച്ചു. എൻ്റെ ഈ മിഷൻ്റെ മോട്ടറെല്ലാം കൂടെ വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. അതുപോലെ മെയിൻ ട്രാൻസ്ഫോമർ, അതുപോലെ എൻ്റെ കുറച്ച് പേപ്പറുകൾ, ഇതെല്ലാം കൂടെ എനിക്ക് 1 ലക്ഷം രൂപ അടുത്ത് നഷ്ടം വരുന്നുണ്ട്. പിന്നെ കുറേ വർക്കുകൾ വേണ്ടിക്കുക. ഇനിയിപ്പോൾ എങ്ങനെ പോലും 2-3 ദിവസത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ പുറവശത്തെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു നടപടി ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തുനിന്നും. ന്യൂസ് ബ്യൂറോ, റാന്നി. റാന്നി ചെത്തോങ്കര ക്രിസ്തുരാജ മലങ്കര കത്തോലിക്ക ടൗൺ പള്ളിയിലെ വിശുദ്ധ യൂദാ തദേവൂസ് ശ്ലീഹായുടെ നവനാൾ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഒക്ടോബർ 19 തുടക്കമാകും. 27 സമാപിക്കും. ഒക്ടോബർ 27 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് റവറൻ ഡോക്ടർ എബ്രഹാം മുളമൂട്ടിൽ കാർമ്മികത്വം വഹിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, കുമ്പളാംപൊയ്യ. ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാംപൊയ്യ. ഫോൺ 04735 251024
മൊബൈൽ 9961553202 9495068656. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കാലാന്തരങ്ങൾ എത്രയോ വന്നാലും ഇത് മലയാളി തനിമയുടെ പൊന്നിൽ തീർത്ത ബന്ധം. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. കമനീയമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ ആഭരണങ്ങൾ, ആന്റിക് കളക്ഷനുകൾ, നവരത്ന മോതിരങ്ങൾ, വജ്രാഭരണങ്ങൾ, സിംഗപ്പൂർ കളക്ഷൻസ്. ഓർഡറുകൾ അനുസരിച്ച് പേൾമാല, രുദ്രാക്ഷമാല എന്നിവ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേക ആനുകൂല്യങ്ങളോടെ ആഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യം. ഉപഭോക്താക്കൾക്ക് സുരക്ഷിത ഭാവിക്കായി സ്വർണ്ണ നിക്ഷേപ പദ്ധതി. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 04735 226 773 224 347. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ് ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രാഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9460579953. വൈശാഖ് ജുവലേഴ്സ്, പരിശുദ്ധമായ സ്വർണം വിശ്വസ്തരിൽ നിന്നും. പരസ്യത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ ആഭരണത്തിലും BIS ഹോൾമാർക്ക് മുദ്രയുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ BIS ഹോൾമാർക്ക് ലൈസൻസ് ഉള്ള റാന്നിയിലെ ആദ്യത്തെ സ്വർണ്ണാഭരണശാല വൈശാഖ് ജുവലേഴ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 226073. മന്ന കളക്ഷൻസ്, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ്. ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ്. ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്. മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 96052 96660. വാർത്തകൾ തുടരുന്നു. ലോക ഭക്ഷ്യദിനത്തിലും പട്ടിണിയിൽ കഴിഞ്ഞിരുന്ന ശബരിമല വനത്തിലെ ആദിവാസികളെ തേടി ഭക്ഷണ സാധനങ്ങളും പുതുവസ്ത്രങ്ങളുമായി പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ MS സുനിൽ എത്തി. കനത്ത മഴ മൂലം വനവിഭവങ്ങളുടെ ലഭ്യത കുറഞ്ഞ കാട്ടിൽ നരകതുല്യമായ ജീവിതമാണ് ആദിവാസികൾ നയിക്കുന്നത്. തിരക്കേറിയ ശബരിമല പാതയിൽ കമ്പകത്തുംവളവ്, ചാലക്കയം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ കാട്ടുകമ്പിൽ പ്ലാസ്റ്റിക് കുപ്പികളോ കാരി ബാഗുകളോ കുത്തിവെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ കാടിന്റെ മക്കളായ ആദിവാസികൾ താമസിക്കുന്നുണ്ടെന്നതിന്റെ അടയാളമാണിത്. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് പടുത കുത്തിമറച്ച കൂരയ്ക്ക് കീഴെ അന്തി ഉറങ്ങുന്നത് 7 മുതൽ 12 വരെ മനുഷ്യജീവികളാണ്. കാട്ടിൽ നിന്നും വനവിഭവങ്ങൾ ശേഖരിച്ചു വിറ്റും കാട്ടുകിഴങ്ങുകൾ ഭക്ഷിച്ചും കഴിയുന്ന ഇവർ നരകതുല്യമായ ജീവിതമാണ് നയിക്കുന്നത്. കർക്കിടക മഴയ്ക്ക് പിന്നാലെ തുലാമഴ കൂടി കനത്തതോടെ കാടിന്റെ മക്കൾക്ക് മിക്ക ദിവസങ്ങളിലും പട്ടിണിയാണ്. കാടിന്റെ വന്യതയിൽ ലോകത്തിന്റെ സ്പന്ദനങ്ങൾ ഒന്നുമറിയാത്ത അവർ ബുധനാഴ്ച ലോക ഭക്ഷ്യദിനമാണെന്നും അറിഞ്ഞിരുന്നില്ല. അവരെ തേടിയാണ് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയും പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് അധ്യാപികയുമായ ഡോക്ടർ MS സുനിൽ എത്തിയത്. സുനിൽ ടീച്ചർ എത്തിയതറിഞ്ഞ് കമ്പകത്തുംവളവിലെ കാട്ടിനുള്ളിൽ നിന്നും ആദിവാസികൾ ഓരോരുത്തരായി റോഡിലേക്ക് ഓടിയെത്തി. അവർക്ക് അരിയും പയറും പുതുവസ്ത്രങ്ങളും നൽകിയാണ് യാത്രയാക്കിയത്. തുടർന്ന് നിലയ്ക്കൽ കോളനിയിലും ഡോക്ടർ സുനിലെത്തി. കാടിനുള്ളിൽ കുത്തിമറച്ച പ്ലാസ്റ്റിക് പടുതയ്ക്ക് താഴെ അവിടെയും കുറെ മനുഷ്യർ. ഇവിടെ കോഴിയെപ്പോലും വളർത്തി ജീവിക്കാൻ കഴിയില്ലെന്ന് കോളനിക്കാരിയായ വിജില പറഞ്ഞു. ഒരു കോഴിയെ നല്ല രീതിക്ക് നമുക്ക് വളർത്താൻ പറ്റത്തില്ല. ഒരു വീടും സ്ഥലവും ആയിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. എത്രയോ കോഴി ഞങ്ങൾ വളർത്തിയിരുന്ന ആ കോഴിയെ മൊത്തം പരുന്തും കുറുക്കനും എല്ലാം പിടിച്ചോണ്ട് പോയി. നല്ല രീതിക്ക് ഞങ്ങൾക്കൊന്നും വളർത്താനായിട്ട് ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല. 2005 വരെ ഉൾക്കാട്ടിൽ കഴിഞ്ഞിരുന്ന ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ തന്റെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും ഡോക്ടർ MS സുനിൽ പറഞ്ഞു. സ്വന്തമായിട്ട് വസ്ത്രം ശരിക്ക് ധരിക്കാൻ ഇല്ലാത്ത മറ്റുള്ളവരെ കാണുമ്പോൾ ഉൾക്കാടിലേക്ക് ഓടി ഒളിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഈ
ഈ മലബണ്ടാര വിഭാഗത്തിൽപ്പെട്ട ഇവരെന്ന് പറയുന്നത്. നിരന്തരമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളാണ് ഉൾവനങ്ങളിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി താമസിക്കാൻ തുടങ്ങിയത്. ഈ പ്രദേശത്തെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 2 മാസമായതേ ഉള്ളൂ ഇവരിവിടെ വന്നിട്ട്. അതിനു മുമ്പ് നിലയ്ക്കൽ തന്നെ ഒരു 2 വർഷമായി ഒരു നിലയ്ക്കൽ താമസിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ ഇവർക്ക് വന്നിട്ടുണ്ട്. ആദിവാസി ക്ഷേമത്തിനായി ആദിവാസികൾക്കായി സർക്കാർ സേവനങ്ങളുടെ പ്രഖ്യാപനങ്ങൾ നിരവധിയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ കാടിന്റെ മക്കൾ നരകതുല്യമായ ജീവിതം നയിക്കുകയാണ് ഇവിടെ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ റാന്നി മേഖലയുടെ 29ാമത് വാർഷിക സമ്മേളനം ഒക്ടോബർ 22-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ റാന്നി മേഖലയുടെ 29ാമത് വാർഷിക സമ്മേളനം റാന്നി പെരുമ്പുഴയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ റാന്നിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റവും വിപുലമായ രീതിയിൽ കേരളത്തിൽ തന്നെ ഉള്ള ജില്ലകളെ അപേക്ഷിച്ച് ഈ വർഷം പത്തനംതിട്ട ജില്ലയിലെ ഒരു ഫോട്ടോഗ്രാഫി ട്രേഡ് ഫെയർ അത് ഏകദേശം ഒരു 16 സ്റ്റാളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വിപുലമായ ഒരു ഫോട്ടോ പ്രദർശനവും ആ പ്രദർശനത്തോടനുബന്ധിച്ച് ഫോട്ടോഗ്രാഫി മത്സരവും നടത്തുവാനായിട്ട് തീരുമാനിച്ചു. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമുള്ള AKPA മേഖലയിൽ പ്രവർത്തിക്കുന്ന AKPയുടെ മെമ്പർമാരായിരിക്കുന്നവർക്ക് വളരെയധികമായ ധനസഹായങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പെരുമ്പുഴയിലെ NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന വാർഷിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമറമ്പിൽ ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. അനു വടശ്ശേരിക്കര അധ്യക്ഷത വഹിക്കും. ജിനോജ്, അനു വടശ്ശേരിക്കര, രാജി ദൃശ്യകല, ഫിലിപ്പ് റാന്നി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, റാന്നി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സന്നിധാനത്തെ പുതിയ മേൽശാന്തിയായി തൃക്കാരിയൂർ PN നാരായണൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. കെൽപ്പക്കര മഠത്തിൽ PM മനോജാണ് മാളികപ്പുറം മേൽശാന്തി. ശക്തമായ കാറ്റോടുകൂടിയ മഴ റാന്നിയിൽ പരക്കെ നാശം വിതച്ചു. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. പ്ലാപ്പള്ളി ചാലക്കയം റോഡിൽ പൊതുമരാമത്ത് നടത്തിയ കോൺക്രീറ്റ് നിർമ്മാണം പൊളിച്ചു നീക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവായി. നടപടി യുദ്ധകാലാടിസ്ഥാനത്തിൽ. സ്വർണ്ണാഭരണ നിർമ്മാണ പാരമ്പര്യ തൊഴിൽ മേഖലയിൽ ആധുനിക സാങ്കേതിക സംവിധാനം വന്നതോടെ സ്വർണ്ണപ്പണി കുലത്തൊഴിലായി സ്വീകരിച്ചവർ പ്രതിസന്ധിയിലായി. ജോലിക്ക് ആനുപാതിക വേതനമില്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.